എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലൊക്കെ തെറ്റുകൾ വരും. മറ്റുള്ളവരെ നമ്മൾ കുറ്റം പറയും, മറ്റുള്ളവരെ വേദനിപ്പിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരോട് നമുക്ക് ഒരിക്കലും തന്നെ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ സംസാരങ്ങളിൽ വരും. എങ്ങനെ തന്നെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും എന്റെ പ്രിയമുള്ളവരെ, ആ മനുഷ്യന്റെ മുമ്പിൽ പോയിട്ട് ആ മനുഷ്യനോട് നമ്മൾ പറഞ്ഞത്, നമ്മൾ ചെയ്തതുമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ മനുഷ്യനോട് തൗബ ചെയ്ത് പൊരുത്തപ്പെടിപ്പിക്കുക, നമ്മളെ തൗബ ചെയ്യുക എന്നത് നമുക്ക് നിർബന്ധമാണ്. ഒരു മനുഷ്യന്റെ തൗബ അല്ലാഹു തആല സ്വീകരിക്കില്ല. തൗബ ചെയ്യുന്നതിന്റെ നിബന്ധനകൾ എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. മഹാന്മാര് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വ്യക്തികളോടാണെങ്കിൽ ആ വ്യക്തികളോട് നമ്മൾ പറഞ്ഞതോ അല്ലെങ്കിൽ ചെയ്തതോ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത് നമ്മൾ അവരോട് പറഞ്ഞുകൊണ്ട് അത് പൊരുത്തപ്പെടിപ്പിക്കണം. എന്നാലേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ, നമ്മുടെ ചെയ്ത ആ തെറ്റ് അല്ലാഹു തആല പുറത്തേരുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് തൗബ ചെയ്തിട്ടും എന്ത് തന്നെ നന്മ ചെയ്തിട്ടില്ല, അല്ലാഹു തആല നമുക്ക് മനസ്സിലാക്കാനുള്ള ഭാഗ്യം അല്ലാഹു തആല നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ പറയുന്നതും നമ്മൾ കേൾക്കുന്നതും ഒക്കെ എന്റെ പ്രിയമുള്ളവരെ തെറ്റുകളാണെങ്കിൽ, നമ്മുടെ ചിന്തകളിലൂടെ മറ്റുള്ളവരെ നമ്മൾ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അല്ലാഹുവിനോട് മാത്രം നമ്മൾ പൊറുക്കൽ തേടിയാൽ മതി. എന്നാൽ പക്ഷേ അടിമകളോട് കൂടെ എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ അല്ലാഹുവേ നമ്മുടെ വാക്കുകളെ കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് എങ്ങാനും പഠിച്ചവനെ അവിടുന്ന് തെറ്റുകൾ വന്നാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് അല്ലാഹുവിനോട് നമ്മൾ പൊറുക്കൽ തേടണമല്ലോ. നമ്മുടെ കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് മറ്റുള്ളവരെ വേദനിച്ചാൽ, അവരെ അയ്യബത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ദീപത്ത് പറഞ്ഞിട്ടില്ലെങ്കിലോ മറ്റുള്ളവരെ കുറിച്ചിട്ട് കളവ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, അവരോട് നിങ്ങൾ പൊറുക്കലിനെ തേടണേ, അവരോട് നിങ്ങൾ പൊരുത്തപ്പെടാൻ പറയണേ എന്നതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, അതാ എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം നമ്മോട് പറയുകയാണ്. മഹാന്റെ വീട്ടിനകത്ത് പഠിച്ചവനെ ഒരു ഗുരുത്തിനുണ്ടായിരുന്നു. തന്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഒരാളുണ്ടായിരുന്നല്ലോ. അല്ലാഹുവേ പഠിച്ച റബ്ബേ, അയാൾ തന്റെ ജീവിതത്തില് അല്ലാഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഉസ്മാൻ തങ്ങളെ വീട്ടിൽ ഇങ്ങനെ ജീവിക്കുന്നവരാ. അല്ലാഹുവേ, ഒരു ദിവസം പഠിച്ചവനെ അവിടുത്തെ കാര്യങ്ങൾ മേക്കുന്ന സമയത്ത്, ഒട്ടകത്തിങ്ങനെ മേക്കുന്ന സമയത്ത് എന്തോ രക്ഷ അയാളുടെ ജീവിതത്തിൽ കടന്നു വന്നു. അത്രേ എന്തോ രക്ഷ അയാളുടെ ജീവിതത്തിൽ കടന്നു വന്നു. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പഠിച്ചവനെ അയാളുടെ ചെവിക്ക് പിടിക്കുകയാണ്. അയാളുടെ ചെവിക്ക് പിടിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് പഠിച്ചവനെ അങ്ങ് അമർത്തുകയാണ്. അദ്ദേഹത്തിന്റെ വല്ലാത്ത വേദനയായി. ദേഷ്യം കൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ അദ്ദേഹത്തെ ചീത്ത പറഞ്ഞു. എന്നിട്ടതാ കുറച്ചങ്ങ് പോയപ്പോ പഠിച്ചവനെ അവിടുന്ന് മനസ്സിനകത്ത് വല്ലാത്ത വേദന കടന്നു വരികയാണ്. അല്ലാഹുവേ, ഞാൻ എന്ത് പണിയാണ് ചെയ്തിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ വേദനിച്ചല്ലോ. പഠിച്ചവനെ, എന്റെ ദേഷ്യം കൊണ്ട് ഞാൻ അദ്ദേഹത്തെ ചെവിക്ക് പിടിച്ചല്ലോ. അല്ലാ, എനിക്ക് വല്ലാത്ത വിഷമമായി. പഠിച്ചവനെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പഠിച്ചവനെ നേരി ചെറുപ്പക്കാരന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ടതാ പഠിച്ചവനെ അദ്ദേഹത്തോട് പറയുകയാണ്, മോനെ, ഞാൻ നിന്റെ ചെവിക്ക് പിടിച്ചിട്ട് തിരിച്ചപ്പോ നിനക്ക് വല്ലാത്ത വേദനിച്ചിട്ടുണ്ട്, നിനക്ക് വല്ലാത്ത പ്രയാസം വന്നിട്ടുണ്ട്. നീ നിന്റെ കൈ കൊണ്ട് എന്റെ ചെവിക്കൊന്ന് മുറുകെ പിടിക്കുമോ? എന്റെ ചെവിക്കൊന്ന് നീ മുറുകെ പിടിക്കുമോ? പഠിച്ചവനെ, എന്റെ ചെവിക്കൊന്ന് മുറുകെ പിടിക്കാൻ അമർത്താൻ വേണ്ടി പറയുകയാണ്. പഠിച്ചവനെ, തന്റെ വേലക്കാരനതാ യജമാനന്റെ ചെവിക്ക് പിടിച്ചിട്ട് തിരിക്കുകയാണ്. വീണ്ടും അമർത്താൻ വേണ്ടി പറയുകയാണ്. ഏറ്റവും കൂടുതൽ ശക്തിയോട് കൂടെ അമർത്താൻ പറയുകയാണ്. എന്നിട്ട് അവിടെ പറയുന്നു,
ഞാൻ നിന്നോട് ചെയ്തിട്ടുള്ള തെറ്റുണ്ടല്ലോ, എനിക്ക് ദേഷ്യം വന്ന സമയത്ത് പടച്ചവനെ നീ ചെയ്ത കാര്യത്തിന് ഞാൻ പടച്ചവനെ ഞാൻ അറിയാതെ ദേഷ്യപ്പെട്ടു പോയിട്ട് ഞാൻ ചെയ്തതാണ്, നീ എനിക്ക് പുറത്തു തരണേ. നാളെ ആഖിറത്തിലേക്ക് നീ ഒരിക്കലും തന്നെ മാറ്റി വെക്കരുത്. നാളെ പടച്ചുറപ്പിന്റെ മുമ്പിലേക്ക് നീ അത് മാറ്റി വെച്ചാൽ അല്ലാഹുവിന്റെ മുമ്പിൽ ഞാൻ പരാജയപ്പെട്ടു പോകുമല്ലോ. ഈ ദുനിയാവിന്റെ തൊലിക്കമുകളിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ സഹാബിയാണ്. ഈ ദുനിയാവിന്റെ തൊലിക്കമുകളിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ഏറ്റവും വലിയ ഭരണാധികാരിയാകാം. ഈ ദുനിയാവിന്റെ തൊലിക്കമുകളിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ഒരുപാട് സ്ഥാനമാനങ്ങളുള്ളവനാകാം. പക്ഷേ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ഞാൻ കടന്നു വരുമ്പോ ഒന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ യജമാനനതാ പടച്ചറബേ തന്റെ വേലക്കാരന്റെ മുമ്പിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ അവിടുന്ന് പൊട്ടിക്കരയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഇതായിരുന്നു മഹാന്മാരുടെ ജീവിതം എന്ന് പറയുന്നത്. നമ്മളൊക്കെ പടച്ചവനെ എത്ര പേര് നമ്മളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ, എത്ര പേരുടെ പേരിൽ നമ്മൾ കളവുകൾ പ്രചരിപ്പിച്ചിട്ടുണ്ടോ, എത്ര പേരുടെ പേരിലാണ് പടച്ചവനെ ഇല്ലായ്മ നമ്മൾ കെട്ടിച്ചമച്ചിട്ടുള്ളത്. ഇതെല്ലാം പറഞ്ഞു വെച്ചിട്ട് നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. നമുക്ക് ഈ ദുനിയാവ് ശാന്തമായാൽ മതി. വരാനിരിക്കുന്ന ഒരു ലോകം നമുക്കുണ്ട്, വരാനിരിക്കുന്ന ഒരു സമയം നമുക്കുണ്ട്. പടച്ചവനെ ഖബറിന്റെ ഹിസാബുണ്ട്, മഹ്ശറയുണ്ട്. പടച്ചവനെ മഹ്ശറയിൽ നമ്മൾ ഒരുമിച്ച് കൂടി നിൽക്കുമ്പോ അല്ലാഹുവേ അവിടെ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ, അവിടെ നമുക്ക് വിജയിക്കണമെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, ഈ ദുനിയാവിന്റെ ദുരിതങ്ങൾ നമ്മൾ ഒരാളെയും വേദനിപ്പിക്കരുത്, ഒരാളെയും നമ്മൾ വെറുപ്പിക്കരുത്, ഒരാളെയും നമ്മൾ ദേഷ്യപ്പെടുത്തരുത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമ്മെ പഠിപ്പിച്ച കാര്യമെന്താ? ആർക്കാണ് പടച്ച തമ്പുരാന് സ്വർഗ്ഗം ലഭിച്ചിട്ടുള്ളത്? ആർക്കാണ് അല്ലാഹു സ്വർഗ്ഗം കൊടുത്തിട്ടുള്ളത്? ആരാണ് യഥാർത്ഥ മുസ്ലിം എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ ഒരുപാട് തവണ നമ്മൾ ചർച്ച നടത്തിയതാണല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിച്ചവനെ അവിടുന്ന് പറയുകയാ, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന ബിലിസാനിഹി വയദിഹി. യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്നത്, യഥാർത്ഥ മുഅ്മിൻ എന്ന് പറയുന്നത്, യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്നത് തന്റെ സഹോദരനായ മുസ്ലിമായവനുണ്ടല്ലോ, അവനെ തന്റെ കൈ കൊണ്ട് വേദനിപ്പിക്കാത്തവനാ, തന്റെ നാക്ക് കൊണ്ട് വേദനിപ്പിക്കാത്തവനാ എന്നതാ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാ. പടച്ചവനെ ദുനിയാവിന്റെ തൊലിക്കമ്പുകളിൽ നിന്ന് നാളെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് നമ്മൾ കടന്നു പോകുന്നതിന്റെ മുമ്പ് പടച്ചവനെ നമ്മുടെ പാപങ്ങൾ ദുനിയാവിന് നമ്മളൊന്ന് വിചാരണ നടത്തണല്ലോ, നമ്മളൊന്ന് വിചാരണ നടത്തണല്ലോ. നിന്നെ വിചാരണ ചെയ്യപ്പെടുന്നതിന്റെ മുമ്പ് നീ നിന്നെ ഒന്ന് വിചാരണ ചെയ്യണമെന്ന് അല്ലാഹുവേ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ഉമർന്ന് കേട്ടാൽ മക്ക കിടുകിടാ വിറക്കമായിരുന്നല്ലോ, മക്ക കിടുകിടാ വിറക്കമായിരുന്നല്ലോ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു വഴിയിലൂടെ കടന്നു വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇബ്ലീസ് പോലും പിന്തിരിഞ്ഞോടുമായിരുന്നെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്റെ പ്രിയമുള്ളവരെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ദുനിയാവിന്റെ ദുരിതങ്ങളിൽ നിന്ന് സ്വർഗ്ഗം ലഭിച്ചവരാ.
സ്വർഗ്ഗത്തിലാണെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. എന്നിട്ട് പോലും അവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായിയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എത്രയോ പോക്കന്നെ തേടാൻ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഞാൻ ചെയ്തിരുന്ന തെറ്റുണ്ടല്ലോ പഠിച്ചവനെ എത്ര തവണയാണ് പഠിച്ചറബിനോട് പോക്കന്നെ തേടിയിട്ടുള്ളത്. അല്ലാഹ് ഒരു ഭരണാധികാരിയായ സമയത്ത് ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫയായിട്ട് നിലകൊള്ളുന്ന സമയത്ത് ആരെങ്കിലും പഠിച്ചറബെ എന്തെങ്കിലും കാര്യങ്ങളെ കൊണ്ട് കടന്നു വന്നാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പഠിച്ചവനെ അല്ലാഹുവേ തന്റെ ശരീരത്തിലേക്ക് അല്ലാഹുവേ തന്റെ വിചാരണ നടത്തുമായിരുന്നെന്ന് ചരിത്രം പഠിപ്പിക്കുകയാ. എന്തെങ്കിലും ഒരു വിധി പറഞ്ഞിട്ട് അവിടെ കടന്നു പോയാൽ തന്റെ വീട്ടിനകത്തിൽ തന്റെ റൂമിലേക്ക് കടന്നു വന്നുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു സ്വന്തം ശരീരത്തോട് അവിടെ ചോദിക്കുകയാണ്, സ്വന്തം നഫ്സിനോട് അവിടെ ചോദിക്കുകയാണ്, നീ ഉമറെ എങ്ങനെ നടന്നിരുന്നവനാണടാ, നീ എങ്ങനെ നടന്നിരുന്നവനാണടാ, നിന്റെ ജീവിതത്തിൽ നീ എത്രയോ തെറ്റുകൾ ചെയ്തിട്ടുണ്ടല്ലോ എന്നവിടെ നിന്ന് ചോദിച്ചുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പഠിച്ചവനെ അവിടുന്ന് സ്വന്തം വിചാരണ നടത്തിയതെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതം നമുക്കൊരു പാഠമാണ്, ജീവിതം നമുക്കൊരു പാഠമാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ നാടുകളിലെ പള്ളികളിലേക്ക് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന് കടന്നു വന്നാൽ പഠിച്ചവനെ ആ ചെറുപ്പക്കാരനെ കുറ്റപ്പെടുത്തുന്ന, അവന്റെ മുടി വെട്ടിയത്, അവൻ പള്ളിയിലേക്ക് വരാത്തത്, അവൻ നിസ്കരിക്കാത്തത്, അവന്റെ പേരിട്ടത്, അവൻ മുടി വെട്ടിയത്, അവന്റെ താടി വടിച്ചത്, അവൻ ട്രൗസർ ഇട്ടത്, അവന്റെ ഡ്രസ്സിന്റെയും അവന്റെ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് പഠിച്ചറബേ പല പല ആളുകളും അവിടെ നിന്ന് കുറ്റപ്പെടുത്തുമല്ലോ, പല പല ആളുകളും കുറ്റപ്പെടുത്തുമല്ലോ. പരിശുദ്ധമായ റമളാനിന് മാത്രമാണ് പള്ളിയിലേക്ക് നിന്നെ കാണുക. പഠിച്ചവനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് കുറ്റപ്പെടുത്തി നടക്കുന്ന ആളുകളുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട വാപ്പാ, അങ്ങനെ ഒരിക്കലും തന്നെ നമ്മൾ പറയരുത്, അങ്ങനെ ഒരിക്കലും തന്നെ നമ്മൾ പറയരുത്. പഠിച്ചവനെ ഏത് സമയത്താണ് ഒരു മനുഷ്യന്റെ മനസ്സിനകത്തേക്ക് ഈമാൻ കടന്നു വരുന്നതെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. നമ്മൾ അങ്ങനെയുള്ള ചെറുപ്പക്കാരെ നമ്മൾ ഒരിക്കലും തന്നെ തളർത്തരുത്. അവരുടെ ജീവിതത്തിൽ നമസ്കാരത്തിലേക്ക് കടന്നു വരുന്നത്, പഠിച്ചറബേ പള്ളിയിലേക്ക് കടന്നു വരുന്നത്, അവരുടെ ജീവിതത്തിന്റെ നന്മകളിലേക്ക് നമ്മൾ കടന്നു വരുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. നമ്മൾ അവരെ കുറ്റപ്പെടുത്തിയാൽ പഠിച്ചവനെ പള്ളിയിലേക്കുള്ള അവരുടെ ചിന്തയുണ്ടല്ലോ, നമസ്കാരത്തിലേക്കുള്ള ചിന്തയുണ്ടല്ലോ, നന്മകളിലേക്കുള്ള ചിന്തയുണ്ടല്ലോ, അല്ലാഹുവേ പഠിച്ചറബിയുടെ മനസ്സിൽ നിന്ന് അവർ തന്നെ എടുത്തു കളയുമല്ലോ, അവർ മനസ്സിൽ നിന്ന് എടുത്തു കളയുമല്ലോ. പഠിച്ചവനെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ആദ്യകാല ജീവിതം ഒന്ന് എടുത്തു നോക്ക്. ഒരു ദിവസം പോലും പോലില്ലാതെ പെണ്ണില്ലാതെ പഠിച്ചറബേ തെറ്റുകളില്ലാതെ ഒരു ദിവസം പോലും കടന്നു പോയിട്ടില്ല. പിന്നീട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പഠിച്ചവനെ തന്റെ ജീവിതത്തിലോ ഏറ്റവും വലിയ ഈമാനിന്റെ ഉടമയായിട്ട് മാറിയല്ലോ, ഏറ്റവും വലിയ ഈമാനിന്റെ ഉടമയായിട്ട് മാറിയല്ലോ. പഠിച്ചറബേ
ഇസ്ലാമിലൊരു പരിശുദ്ധമായ യുദ്ധം നടക്കുന്ന സമയത്താണ് അല്ലാഹുവേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സാരിയ റളിയല്ലാഹു തആല അൻഹുവിനോട് പടച്ച റബ്ബേ മദീനയിലെ പള്ളിയിൽ ഇരുന്നുകൊണ്ട് പറയുകയാണ് സാരിയ അൽ ജബൽ അൽ ജബൽ അൽ ജബൽ സാരിയ മലഞ്ചെരുവിലൂടെ ശത്രുക്കൾ നിന്നെ വളയുന്നുണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾ നിന്നെ വളയുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മദീനയിൽ ഇരുന്നുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മുന്നറിയിപ്പ് കൊടുത്തില്ലേ എന്റെ പ്രിയമുള്ളവരെ ഇത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളായിരുന്നു ജീവിതത്തിൽ തെറ്റിന്റെ വഴികളിലൂടെ കടന്നുപോയി പക്ഷേ ഖൽബിലേക്ക് ഈമാൻ കടന്നു വന്നപ്പോ എല്ലാ തെറ്റുകളും അവിടുന്ന് വലിച്ചെറിഞ്ഞു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എന്റെ പ്രിയമുള്ളവരെ ഒരുപാട് തെറ്റുകളിലൂടെ നടന്നു പോയ മഹാൻ പക്ഷെ ഖൽബിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ കൊടുത്തു നമ്മൾ പഠിക്കേണ്ട ചരിത്രമാണ് ഉമർ തങ്ങളുടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചരിത്രം